5 ജീവനുകൾ ബസിനടിയിൽപ്പെട്ട് ഇല്ലാതായ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നതിലുള്ള ഞെട്ടലിലും ദുഃഖത്തിലുമാണ് കൂടൽ പ്രദേശം. 4 ദിവസം മുമ്പാണ് കൂടൽ നെടുമൺകാവിൽ ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ട് ഡ്രൈവറായ കോന്നി സ്വദേശി ബൈജു എന്ന യുവാവ് മരിച്ചത്. അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങളുടെ ഭീതിയിലാണ് ഇവിടെ നാട്ടുകാർ. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തെ മുമ്പിൽ കണ്ടു കഴിയുന്ന സൗമ്യയ്ക്ക് നഷ്ടമായത് ഭർത്താവും കൂടപ്പിറപ്പായ സഹോദരനും പൊന്നോമന മക്കളും വല്യമ്മയും ഉൾപ്പെടെ 5 പേർ. ഭർത്താവും പൊന്നോമന മക്കളും ഉൾപ്പെടെ എല്ലാവരും പോയതറിയാതെയാണ് സൗമ്യ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തെ മുമ്പിൽ കണ്ടു കഴിയുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നക്ഷത്രയും നിമിഷയും സഹോദരനും മരണമടഞ്ഞിരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് സന്തോഷ് മരണമടഞ്ഞത്. ഇവർക്കൊപ്പം അപകടത്തിൽപ്പെട്ട ഇന്ദിരയെ ജീവൻ രക്ഷിക്കുന്നതിനായി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഒരേ സമയം ഒരു കുടുംബത്തിലെ 5 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നതിന്റെ ദുര്യോഗത്തിലാണ് ജില്ലാ ആശുപത്രി. 2 കുഞ്ഞുങ്ങളടക്കം 8 പേരായിരുന്നു ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്നത്. 2 ആഴ്ച മുമ്പ് വാങ്ങിയ പുതിയ ഓട്ടോറിക്ഷയിൽ ഒരേ കുടുംബത്തിലെ 5 പേർ മരണത്തിലേക്ക് യാത്രയാകുകയായിരുന്നു. മരണപ്പെട്ടവരുടെ വീട്ടിലും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സന്ദർശിച്ചു. ജില്ലാ കളക്ടർ അടിയന്തിരമായി 5000 രൂപ അനുവദിച്ചെങ്കിലും മന്ത്രിസഭാ യോഗ തീരുമാനത്തിനു ശേഷം കൂടുതൽ തുക അനുവദിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ വികസനത്തിനായി KSDP ഏറ്റെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പഴയപടി തന്നെ കിടക്കുന്നു. വീതിയില്ലാത്ത വളവും തിരിവുമുള്ള സ്ഥലങ്ങളിൽ വാഹനാപകടങ്ങൾ പതിവായിരിക്കുകയാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നടപടികളുമായി എത്തുന്ന അധികൃതർ പിന്നീട് ഉറക്കം നടിക്കുന്നതാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.